Now let us study the second order correction to the energy and second order correction to the wave function. Here the same way we are going to find out the same way which we did for first order corrections to the energy and the wave function we have done already last class. The same thing we are going to do it in the other equation, which is 10th equation. We have done the first order correction to the 9th equation. From the 9th equation we found the first order correction. Now we should use the 10th equation, which was the third equation which we got by equating the coefficients of lambda. Okay, let us see that. Equation 9 here. Now equation 10, we are going to use this equation. H prime psi n1 plus h0 psi n2 is equal to en2 psi n0 plus en1 psi n1 plus en0 psi n2. This equation 10, we have the second order correction to the wave function and second order correction to the energy, which is en2 and psi n2 respectively. So let us use this equation in the same manner as we did for the first order correction. So first we take the second order correction to the energy. See this. Multiplying equation 10 from left with the psi n0 and using the Hermitian nature of H0. So Hermitian nature of H0, that is what was that? It is psi n0 H0 psi n0 is en0 psi n0 psi n0. So അതിൻ്റെ ഐഗൻ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഹെർമീഷ്യൻ നേച്ചർ H0യുടെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഗൻ വാല്യൂ ആയിട്ട് H0യുടെ ടേമിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. So that is what we are going to do with the equation 10. Equation 10 എന്താ ചെയ്യുന്നത്? നമ്മൾ മൾട്ടിപ്ലൈ ഫ്രം ലെഫ്റ്റ് വിത്ത് psi n0. സോ ഇക്വേഷൻ 10 നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ 10 ഇവിടെയുണ്ട് ടോപ്പിൽ. നോക്കിയേ, എച്ച് പ്രൈം psi n1 ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ വിത്ത് psi n0 ഫ്രം ലെഫ്റ്റ് അല്ലേ. അപ്പോൾ psi n0 എച്ച് പ്രൈം psi n1 അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. psi n0 h prime psi n1. ഓക്കെ, ഇനി സെക്കൻഡ് ടേം നോക്കിയേ. സെക്കൻഡ് ടേം എന്തായിരുന്നു? h0 psi n2 ആണ് കിടക്കുന്നത് അല്ലേ. h0 psi n2ൽ നമ്മൾ psi n0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത് ലെഫ്റ്റിൽ അല്ലേ. അപ്പം സെക്കൻഡ് ടേം എന്താകും? psi n0 h0 psi n2 ആണ് അല്ലേ. അത് നമുക്ക് റൈറ്റ് സൈഡിൽ en0 കണ്ടോ, ലാസ്റ്റ് ടേം റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ടേം നോക്കിയാൽ en0 psi n0 psi n2 അതല്ലേ വരുന്നത്. ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ psi n0 കൊണ്ട് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ en0 psi n0 psi n2 എന്നല്ലേ വരുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാസ്റ്റ് ടേമും ഇക്വേഷൻ 10ലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാസ്റ്റ് ടേമും തമ്മിൽ ക്യാൻസലായി പോകും. അതാണ് ഹെർമീഷ്യൻ നേച്ചർ ഓഫ് H0 നമ്മളെ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം. അത് നമുക്ക് ക്യാൻസൽ ചെയ്തു. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കിപ്പോൾ ഒരു ടേമേ റിമെയിൻ ചെയ്യുന്നുള്ളൂ. അതെന്താണ്? psi n0 h prime psi n1. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാസ്റ്റ് ടേമും പോയി. പിന്നെ എന്നാ ഉള്ളത്? അത് നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്? en2 psi n0. അപ്പം psi n0 കൊണ്ട് ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലേ. അപ്പം en2 നമുക്ക് ഐഗൻ വാല്യൂ ആയതുകൊണ്ട് പുറത്തെടുക്കാം. സോ en2 ഇൻറ്റു psi n0 എന്ന് വരും. psi n0 എന്താണ്? 1 ആണ്. സോ en2 ആണ് ഫസ്റ്റ് ടേം അല്ലേ. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു en2. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത് ഇവിടെ. en2 കണ്ടോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ en2 ആണ്. en2 psi n0 1 ആയതുകൊണ്ട് നമുക്ക് en2 മാത്രമാണ്. പിന്നെ സെക്കൻഡ് ടേം എന്താണ്? en1 psi n0 n1 അതല്ലേ നോക്കിയേ. സെക്കൻഡ് ടേം en1 psi n1 ആണ് അല്ലേ. അപ്പോൾ en1 ഐഗൻ വാല്യൂ ആയതുകൊണ്ട് പുറത്തെടുക്കാം. ലെഫ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് psi n0. സോ en1 ഇൻറ്റു psi n0 n1 എന്ന് കിട്ടും അല്ലേ. en1 ഇൻറ്റു psi n0 ആണ് സെക്കൻഡ് ടേം. ലാസ്റ്റ് ടേം ഓൾറെഡി പോയി. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ട് ടേമേ ഉള്ളൂ. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് en2 psi n0 is 1. സോ en2 പ്ലസ് en1 ഇൻറ്റു psi n0 ഇക്വേഷൻ മനസ്സിലായല്ലോ. ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 10 after left multiplying equation 10 with psi m0 and using the Hermitian nature of H0.
we get the new equation here like this on top. In this page, top equation. Psi n0 h prime psi n1 is equal to en2 plus en1 psi n0 psi n1. ഇതിന് നമുക്ക് en2 എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം en2 റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്നുകൂടെ എഴുതുകയാണ്. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് psi n1. psi n1 ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതേതായിരുന്നു? ഇക്വേഷൻ നമ്പർ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ ഇത് അല്ലേ? ഇക്വേഷൻ 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ 15 അല്ലേ? ഇക്വേഷൻ 15 നമുക്കെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ? റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? en2 പ്ലസ് en1 ഇൻറ്റു psi n0 psi n1 ആണല്ലേ? ആ psi n1ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ psi n1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കോൺസ്റ്റൻ്റ് എല്ലാം നമുക്ക് പുറത്തെടുക്കാം. കോൺസ്റ്റൻ്റ് am നമുക്ക് am എന്തായിരുന്നു? am ഇൻറ്റു psi m0 ആണ്. am എന്താണ്? സിഗ്മ m psi m0 h പ്രൈം psi n0 ഡിവൈഡ് ബൈ en0 മൈനസ് em0. അതാണ് am ഇൻറ്റു en1 ഓൾറെഡി പുറത്തുണ്ട് അല്ലേ? en1 പിന്നെ എന്നാ ഉള്ളത്? ലെഫ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് psi n0 ആൻഡ് psi m0. അതെന്തായിരിക്കും? അത് 0 ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോയില്ലേ കേട്ടോ? അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ആ സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. psi n0 psi m0 വന്നപ്പോൾ അവിടെ തന്നെ അത് 0 ആയി. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി ടേംസിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ദാറ്റ് ടേം കംപ്ലീറ്റ്ലി ഗോസ് ടു 0. അപ്പം നമുക്ക് en2 നമുക്ക് എന്താണെന്ന് എഴുതാം? en2 റൈറ്റ് ഹാൻഡ് സൈഡിലെ en2നെ ഒറ്റയ്ക്കായി അല്ലേ? രണ്ടാമത്തെ ടേം 0 ആയിപ്പോയി. സോ en2നെ ഞാൻ ലെഫ്റ്റിൽ എഴുതുവാണ്. en2 ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ റൈറ്റ് സൈഡിൽ എഴുതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? psi n0 h prime psi n1. So that is equation number 16, which is the second order correction to the energy. Remember, it is the second order correction to the energy. First order correction to the energy എന്തായിരുന്നു? ഒന്ന് നോക്കാം നമുക്ക്. en1 എന്തായിരുന്നു എന്ന്? en1 എന്ന് പറയുന്നത് ഇതായിരുന്നു. psi n0 h prime psi n0 ആയിരുന്നു അല്ലേ? ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് പെർട്ടർബേഷൻ ഓവർ ദ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ് അല്ലേ? സ്റ്റേറ്റ് psi n0 അവിടെ. ആവറേജ് വാല്യൂ ഓഫ് അല്ലെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പെർട്ടർബേഷൻ ഓവർ ദ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ് psi n0 എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ആണ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ദ എനർജി. ഇനി ഇപ്പം നമ്മളിപ്പം കണ്ടുപിടിച്ചേക്കുന്ന സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു ദ എനർജിയോ? ഇറ്റ് ഈസ് അവിടെ നമുക്ക് psi n0 h പ്രൈം psi n0 അല്ല psi n1 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതാണ് അവിടുത്തെ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് second order correction to the energy is the average value of perturbation in the first order corrected wave function state. അതാണ് അപ്പം നമുക്ക് ഇക്വേഷൻ 16 കിട്ടുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് psi n1 ഇവിടെ നമുക്കൊന്ന് psi n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അത് 16 ഒന്നുകൂടെ എക്സ്പാൻഡ് ആയിട്ട് എഴുതാൻ പറ്റും. അതെന്താണ്? psi n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ am psi m0 ആണ് അവിടെ വരുന്നത് അല്ലേ? സിഗ്മ m am psi m0. am അവിടെ എന്താണ്? സിഗ്മ m എന്താണ്? psi m0 h പ്രൈം അത് അതുപോലെ തന്നെ എഴുതി. പിന്നെ എന്നാ ഉള്ളത്? psi n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എന്താ ഭാഗം എന്തുള്ളത്? സിഗ്മ m h പ്രൈം psi n0 h പ്രൈം psi m0 divided by en0 minus em0. കണ്ടോ? So this is as h prime is Hermitian, you can write psi m0 h prime psi n0 as the reverse order. reverse order നമുക്ക് എഴുതാം psi n0 h prime psi m0 എന്ന് വെച്ചാൽ h dagger is equal to h itself. അതാണ് ഹെർമീഷ്യൻ്റെ പ്രോപ്പർട്ടി. സോ h prime is Hermitian, അതുകൊണ്ട് നമ്മളിവിടെ ചേഞ്ച് വരുത്തിയതാണ്. psi m0 h prime psi n0 h prime psi m0 അതിനെ നമുക്ക് തിരിച്ചെഴുതുന്നതും ഈ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിതിനെ ഡബിളായിട്ട് എഴുതണ്ടല്ലോ, മോഡുലസ് സ്ക്വയർ ആയിട്ട് എഴുതാമല്ലോ, രണ്ട് സെയിം അല്ലേ. സോ en2 ഈസ് സിഗ്മ എം ഡാഷ് മോഡുലസ് ഓഫ് psi m h prime psi n0 മോഡുലസ് സ്ക്വയർ അല്ലേ, ഡിവൈഡ് ബൈ en0 മൈനസ് em0. So we don't need to worry about the order of m and n. Even if we change the order, it is same.
ആസ് എച്ച് പ്രൈം ഈസ് ഹെർമീഷ്യൻ. രണ്ടിടത്തും എച്ച് പ്രൈം ആണുള്ളത്. എച്ച് പ്രൈം ഹെർമീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പം നമുക്കതിനെ ഒരു രണ്ടായിട്ട് എഴുതണ്ട, രണ്ടെണ്ണം ഉള്ളതിനെ സ്ക്വയറായിട്ട് എഴുതാം. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. സോ 17 ഇക്വേഷൻ 17 ഈസ് ദ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു ദ എനർജി ഐഗൻ വാല്യൂ. അത് ഇക്വേഷൻ 17 നമ്മൾ എഴുതിയേക്കുന്നത് ഇപ്പം എല്ലാ നോൺ ടേംസിലല്ലേ, നോൺ വാല്യൂസിൻ്റെ ടേംസിലല്ലേ. നമുക്ക് EN0 അറിയാം, EM0 അറിയാം, ψM0 അറിയാം, ψN0 അറിയാം, എച്ച് പ്രൈമും അറിയാം. എത്രയാണ് നമ്മൾ ഹാമിൽട്ടോണിയനിൽ പെർട്ടർബ് ചെയ്ത ചേഞ്ച്, എനർജി ചേഞ്ച് എന്താണെന്നും നമുക്കറിയാം. അപ്പോൾ നമുക്ക് എനർജി ഐഗൻ വാല്യൂവിലുള്ള സെക്കൻഡ് ഓർഡർ കറക്ഷൻ നമുക്ക് കിട്ടി അല്ലേ, സെക്കൻഡ് ഓർഡർ കറക്ഷൻ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ നോക്കാം. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ ചെയ്ത പോലെ തന്നെയാണ്. ψN2 നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ψN2 ആസ് സം ഓവർ K BK ψK0. അവിടെ മറ്റേ നമ്മൾ നേരത്തെ എഴുതിയെന്നായിരുന്നു സം ഓവർ L AL ψN0 എന്നാണ് നമ്മൾ എഴുതിയത്, ψL0 എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഇവിടെ നമ്മൾ എല്ലിന് പകരം K എടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ψN2 ഈസ് ഈക്വൽ ടു സിഗ്മ K BK ψK0. ψK0. ഇനി നമ്മൾ ഈ ഇക്വേഷൻ 18-ലെ BK ആണ് കണ്ടുപിടിക്കേണ്ടത്. BK അറിയാമെങ്കിൽ നമുക്ക് ψK0 ഈസ് ആക്ച്വലി അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ψN2 വേവ് ഫംഗ്ഷൻ അല്ലേ. ψN2 നമുക്ക് എഴുതാൻ പറ്റും. BK കണ്ടുപിടിക്കണം. നമ്മൾ AM കണ്ടുപിടിച്ച പോലെ അല്ലെ, AL കണ്ടുപിടിച്ചതുപോലെ നമുക്ക് BK കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 18 in 10 ആൻഡ് മൾട്ടിപ്ലൈയിങ് ഫ്രം ലെഫ്റ്റ് വിത്ത് ψL0. ഇതേ സെയിം പ്രൊസീജിയർ ψN1 കണ്ടുപിടിക്കാൻ ചെയ്ത അതേ പ്രൊസീജിയർ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് ഹിയർ ഓൾസോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 18 in 10 വി ഗെറ്റ് ആൻഡ് മൾട്ടിപ്ലൈ ഫ്രം ലെഫ്റ്റ് വിത്ത് ψL0. സിഗ്മ M AM നമുക്ക് നോക്കാം. ഇക്വേഷൻ 10 ഒന്നെടുത്ത് ഇക്വേഷൻ 10-ൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ലെഫ്റ്റിൽ നിന്ന് ψL0 കൊണ്ട് അല്ലേ. അപ്പോൾ ഇക്വേഷൻ 10 നമുക്കെടുക്കാം. ഓക്കെ, ഇക്വേഷൻ 10-ൽ നമുക്ക് രണ്ട് ടേംസ് ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഫസ്റ്റ് ടേം എച്ച് പ്രൈം ψN1 ആണ്. അതിൽ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ലെഫ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ψL0. സോ ψL0 എച്ച് പ്രൈം ψN1 എന്ന് കിട്ടും ആദ്യത്തെ ടേം. അങ്ങനെയല്ലേ കിട്ടുന്നത്? ഓക്കെ, ആ ψN1-ന് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സിഗ്മ പ്രൈം AM ψM0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ψN1 എന്നുള്ളത് നമുക്ക് നോൺ ടേംസിലായല്ലോ. അപ്പോൾ എന്തായി? സിഗ്മ M AM ψL0 എച്ച് പ്രൈം ψM0. ψN1 എന്ന് മാറി AM ψM0 എന്നായി. സിഗ്മ M AM ψM0 എന്നായി. അപ്പോൾ ഫസ്റ്റ് ടേം മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് ടേം നോക്കാം. സെക്കൻഡ് ടേം ഇക്വേഷൻ 10-ൻ്റെ നോക്കിയേ. ഇക്വേഷൻ 10-ൻ്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ψN2 ഉള്ള ടേമാണ്, അതായത് സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ ഉള്ള ടേമാണ്. അവിടെ നമ്മുടെ ഇക്വേഷൻ 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. ψL0 H0 ഇക്വേഷൻ 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ K BK ψK0 ആണ് ψN2 എന്ന് പറയുന്നത് അല്ലേ. അപ്പം സിഗ്മ K BK പുറത്തെടുത്തു. സോ ψL0 H0 ψK0 എന്ന് കിട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ഇക്വേഷനിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഒന്ന് ψN1-നും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, രണ്ടാമത്തേൽ ψN2-നും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ψL0 ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ടേം നോക്കി EN2 ψN0 ആണ് അല്ലേ. EN2 ψN0. അപ്പോൾ EN2 നമ്പർ ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. EN2 ഇൻറ്റു ψL0 ψN0 എന്ന് എഴുതാം. അതല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്. EN2 ഇൻറ്റു ψL0 ψN0. അപ്പോൾ ആ ടേം ഓൾറെഡി 0 ആയിപ്പോവും. എല്ലും എന്നും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് സമ്മേഷനും ഇല്ല, അതുകൊണ്ട് അത് 0 ആണ്. സോ ഇനി നെക്സ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം 0 ആയിപ്പോയി റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഇനി നെക്സ്റ്റ് ടേം EN1 ψN1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് ചെയ്യുമ്പം EN1 പുറത്തെടുക്കാം. സോ ψL0 ψN1. ψN1-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ψN1? സിഗ്മ M AM ψM0 അല്ലേ. അപ്പോൾ സിഗ്മ M AM പുറത്തെടുത്തു, EN1-ഉം പുറത്തെടുത്തു. പിന്നെ എന്നാ ഉള്ളത്? സിഗ്മ L0 ψM0. അതാണ് നമുക്ക് ഇവിടെ എഴുതുന്നത്.
സിഗ്മ എമ്മും എ എമ്മും പുറത്തെടുത്തു, EN1 പുറത്തെടുത്തു, സിഗ്മ L0 സൈ M0 കണ്ടോ. ആ സൈ N1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്ത പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്തു. അതുപോലെ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, EN1 എ എമ്മും പുറത്തെടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. പ്ലസ് അതുപോലെ തേർഡ് ടേമിൽ സൈ N2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, തേർഡ് ടേം സൈ N2 ആണ് വരുന്നത്, EN0 ഇൻറ്റു സൈ N2 ആണ് വരുന്നത്. അപ്പോൾ EN0 സിഗ്മ കെ ബി കെ പിന്നെ സൈ L0 സൈ K0 കേട്ടോ. സിഗ്മ കെ ബി കെ EN0 സൈ L0 സൈ K0. ഓക്കെ, സോ നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 ആകുന്ന ടേമും നമുക്ക് മനസ്സിലായി. അപ്പോൾ ലെഫ്റ്റിൽ നമുക്ക് 2 ടേംസ് ഉണ്ട്, റൈറ്റിൽ 2 ടേംസ് ഉണ്ട്. എല്ലാം സം ഓവർ ഉള്ളതാണ് അല്ലേ, സം ഓവർ ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം, ഈ സം ഓവറിലുള്ളതിൽ ഏതാണ് നോൺ സീറോ ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലും എമ്മും ഈക്വൽ ആയാൽ മാത്രമേ ഉള്ളൂ നോൺ സീറോ ആവുള്ളല്ലോ. ആദ്യത്തെ ടേം നോക്കി, ആദ്യത്തെ ടേം സം ഓവർ എം എ എം അല്ലേ. അപ്പം ഇൻറ്റു സിഗ്മ എൽ എച്ച് പ്രൈം സൈ M0 അല്ലേ, സൈ L0 എച്ച് പ്രൈം സൈ M0. അപ്പോൾ അത് നോൺ സീറോ ആവുന്നത് എപ്പോഴാണ്? എല്ലും എമ്മും ഈക്വൽ ആകുമ്പോൾ അല്ലേ. അപ്പോൾ എ എം എന്താകണം? എല്ലാകണം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. എന്താണ് എ എൽ എച്ച് പ്രൈമിൻ്റെ ഐഗൻ വാല്യൂ എന്താണ്? എച്ച് പ്രൈം അത് നമ്മൾ അത് റൈറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി ചേഞ്ച് വരുത്തിയിട്ടാണ് റൈറ്റിലേക്ക് എടുത്തിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടേമിന് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. മൈനസ് ഇട്ട് എഴുതിയിരിക്കുന്നുണ്ടോ? സിഗ്മ ഓവർ എം എ എം സൈ L0 എച്ച് പ്രൈം സൈ M0. അത് അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ടേം ഈസ് റിട്ടൺ. ഇവിടുത്തെ ഈ ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം നോക്കിയേ, സിഗ്മ എം എ എം സൈ L എച്ച് പ്രൈം സൈ M0 അല്ലേ. ആ ടേമിനെ അതുപോലെ തന്നെ റൈറ്റിൽ മൈനസ് ഇട്ട് എഴുതിയിരിക്കുകയാണ്. കണ്ടോ, റൈറ്റിൽ മൈനസ് ഇട്ട് എഴുതിയിരിക്കുന്നുണ്ടോ ഇവിടെ. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സെക്കൻഡ് ടേം നോക്കിയേ, മൈനസ് സിഗ്മ എം എ എം സൈ L0 എച്ച് പ്രൈം സൈ M0. അതതുപോലെ തന്നെ എഴുതി. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ EN2 സൈ L0 ആ ടേം 0 ആയിപ്പോയി. പിന്നെ ഉള്ളത് ഇതിലെ നോൺ സീറോ ആയിട്ടുള്ള സെക്കൻഡ് ടേമിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേം നോക്കിയേ, അതിൽ നോൺ സീറോ ആയിട്ടുള്ളത് എം എന്താണ്? എല്ലാകുമ്പോഴാണ് നോൺ സീറോ ആകുന്നത് അല്ലേ. സൈ L0 മാത്രമേ നോൺ സീറോ ആകുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്ക് എഴുതാം. എം എല്ലാകുമ്പം EL0 എന്ന് വരും അല്ലേ. സോറി, EN1 ആണ്. EN1 എ എം എന്താകും? AL അല്ലേ. AL EN1 അതാണ് സെക്കൻഡ് ടേം. ഉണ്ടോ, ആ ടേമാണ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേമായിട്ട് എഴുതിയിരിക്കുന്നത്. EN1 AL ഇൻറ്റു 1 അല്ലേ. EN1 AL ഇൻറ്റു 1 സൈ L ഈസ് 1. സോ EN1 AL ഈസ് ഫസ്റ്റ് ടേം ഈസ് ഇവിടുത്തെ ഏതാണ്? റൈറ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമാണ് ഈ ഇവിടുത്തെ ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം. ഓക്കെ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേം ഓൾറെഡി 0 ആണ്. സെക്കൻഡ് ടേം നമ്മൾ എഴുതി എന്താണ്? EN1 AL. പിന്നെ മൈനസ് ഇട്ട് എഴുതിയേക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫസ്റ്റ് ടേമാണ് മൈനസ് ഇട്ട് എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ബാക്കിയുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാസ്റ്റ് ടേമും. അതിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുവാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേം ഒന്നെടുത്തേ, സിഗ്മ കെ ബി കെ സൈ L0 H0 സൈ K0. അതിൽ നമുക്ക് നോൺ സീറോ ആയിട്ട് വരുന്നത് കെ എപ്പോഴാകുമ്പോഴാണ്? കെ എൽ ആകുമ്പോഴാണ് നോൺ സീറോ ആകുന്നത് അല്ലേ. സോ BL എന്ന് വരാം. BL സൈ L0 H0 സൈ L0. H0യുടെ ഹെർമീഷൻ ആയതുകൊണ്ട് അതിൻ്റെ നമുക്ക് ഐഗൻ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ BL കെ എൽ ആകുമ്പോൾ അല്ലേ, BL E0 സൈ L0 സൈ L0. സൈ L0 1 ആണ് അല്ലേ. അപ്പം BL E0 നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സിഗ്മ കെ ബി കെ സൈ L0 H0 സൈ കെ എന്നുള്ളത് എന്തായി മാറി? BL ഫസ്റ്റ്
ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേമിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. സെക്കൻഡ് ടേമിൽ നോൺ സീറോ ആവുന്ന ഏതാന്ന് അത് ബി എൽ കെ എൽ ആവുമ്പോൾ അല്ലേ, ബി എൽ ഇ സീറോ ആണ് ആ വാല്യൂ വരുന്നത്. സൈ എൽ സീറോ 1 ആണ്. സോ ബി എൽ ഇ സീറോ ആണ് ഇപ്പോൾ ഈ ടേം അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്കൻഡ് ടേം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാസ്റ്റ് ടേം ഒന്ന് നോക്കിയേ, അതിൽ നോൺ സീറോ ആവുന്ന ഏതാ, കെ വെൻ ഇറ്റ് ബിക്കംസ് എൽ അല്ലേ. അപ്പോൾ അതെന്താ, ഇ എൻ സീറോ ബി എൽ അല്ലേ, ബി എൽ ഇ എൻ സീറോ ആണ് അതിൽ നോൺ സീറോ. അതായത് സൈ എൽ സീറോ 1 ആവും. സോ അപ്പോൾ ആ നോൺ സീറോ വാല്യൂം ഈ നോൺ സീറോ വാല്യൂ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ബി എൽ ഇ എൻ സീറോയും ബി എൽ ഇ സീറോയും. ഇ സീറോ എന്ന് പറഞ്ഞാൽ ഇ എൻ സീറോ തന്നെയാണ്. സോ ഇ എൻ സീറോ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ബി എല്ല് നമ്മൾ പുറത്തെടുത്തു. കോമൺ ആയിട്ടുള്ളത് ബി എല്ലാണ് ഇവിടെ. എനിക്ക് ബി എല്ലാണ് ഇവിടെ, രണ്ടിടത്തും ബി എല്ലാണ് കോമൺ ആയിട്ടുള്ളത്. സോ ബി എൽ പിന്നെ ഇ എൻ സീറോ എച്ച് സീറോയുടേത് ഇ എൻ സീറോ ആൻഡ് ഇ എൽ സീറോ ആണ് വരുന്നത്. കാരണം എന്താണ്, സൈ എൽ സീറോ എച്ച് സീറോ സൈ എൽ സീറോ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എല്ലാണ് വരേണ്ടത്, ഇ എൽ സീറോ ആണ് വരുന്നത് കേട്ടോ. സൈ എൽ സീറോ എച്ച് സീറോ സൈ എൽ സീറോയുടെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ എന്താണ്, ഇ എൽ സീറോ, ഇ എൻ അല്ല ഇ എൽ സീറോ കേട്ടോ. അപ്പം ഇ എൽ സീറോ മൈനസ് ഇ എൻ സീറോ. റൈറ്റ് ഹാൻഡ് സൈഡിലെ ലാസ്റ്റ് ടേം നമുക്ക് ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ അത് മൈനസ് ആവുമല്ലോ. സോ അതാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. ബി എൽ ഇൻറ്റു ഇ എൽ സീറോ മൈനസ് ഇ എൻ സീറോ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഈ ബി എൽ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബി എൽ നമുക്കറിയാമെങ്കിൽ നമുക്ക് ഓൾറെഡി സൈ എൻ ടു കണ്ടുപിടിക്കാം. ബി എൽ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് എസ് ആൻഡ് ഇ എൻ വൺ. ഇ എൻ വണ്ണും ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എ എല്ലും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബി എൽ എന്താണെന്ന് എഴുതാം. അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് എന്നാന്ന് നോക്കി, സിഗ്മ എം എ എം ഇ എൻ വൺ സൈ എൽ സീറോ സൈ എം സീറോ വിൽ ബി നോൺ സീറോ ഓൺലി വെൻ എം ഇസ് ഈക്വൽ ടു എൽ. അത് ഞാൻ ഓൾറെഡി ഇപ്പം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ എബോവ് ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയെന്നുള്ള എക്സ്പ്ലനേഷനാണ് ആ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോൺ സീറോ ആവുന്നത് എപ്പോഴാണ്, രണ്ടും ഈ ഒരേ വാല്യൂ, സബ്സ്ക്രിപ്റ്റ് രണ്ടും ഒരേപോലെ വരുമ്പോഴാണ്. വേവ് ഫംഗ്ഷൻ്റെ സൈ എൽ സീറോ സൈ എൽ സീറോ രണ്ടും എൽ തന്നെ ആവുമ്പോഴാണ് നോൺ സീറോ ആവുന്നു, 1 ആവുന്നത് അല്ലേ. അല്ലെങ്കിൽ ബാക്കിയെല്ലാം സീറോ ആണ്. സോ അത് കിട്ടുന്നത് എങ്ങനെയാണ് ആ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. സോ നൗ ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബി എൽ ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ബി എൽ കണ്ടുപിടിക്കാം സബ്സ്റ്റിറ്റ്യൂട്ടിങ് വിത്ത് എ ആൻഡ് ഇ എൻ വൺ. ഇ എൻ വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇ എൻ വൺ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, എ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ ലൈക്ക് ദിസ്. ബി എൽ ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ടേം എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ എൻ വൺ എ എൽ അല്ലേ, എ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും, ഇറ്റ് ഈസ് ഇത് ഫസ്റ്റ് ടേം ആണ് നോക്കിയത്. സൈ എൻ സീറോ എച്ച് പ്രൈം സൈ എൻ സീറോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. എ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എ എൽ നമ്മൾ ഓൾറെഡി ഫ്രം ഇക്വേഷൻ 15 ഇക്വേഷൻ 15 അല്ല 14 എ എല്ലുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഓക്കെ, സൈ എൻ വൺ എച്ച് പ്രൈം സൈ എൻ സീറോ സൈ എൽ സീറോ എച്ച് പ്രൈം സൈ എൻ സീറോ ഡിവൈഡ് ബൈ ഇ എൽ സീറോ മൈനസ് ഇ എൻ സീറോ. അത് ബി എൽ മാത്രം ഇടുമ്പം ഈ അതിൻ്റെ കൂടെയുള്ള ഇ എൽ സീറോ മൈനസ് ഇ എൻ സീറോ താഴേക്ക് വരുമല്ലോ റൈറ്റിൽ, അതാണ് എഴുതിയിരിക്കുന്നത്. ഇ എൽ സീറോ മൈനസ് ഇ എൻ സീറോ ഇൻറ്റു ഇ എൻ സീറോ മൈനസ് ഇ എൽ സീറോ. പിന്നെ മൈനസ് സിഗ്മ എം എ എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇവിടെ ഇ എൻ വൺ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടേമിൽ കേട്ടോ. ഇ എൻ വണ്ണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എ എല്ലിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ മൈനസ് സിഗ്മ എം പ്രൈം സിഗ്മ സൈ എം സീറോ എച്ച് പ്രൈം സൈ എൻ സീറോ സൈ എൽ സീറോ എച്ച് പ്രൈം സൈ എം സീറോ ഡിവൈഡ് ബൈ ഇ എൻ സീറോ മൈനസ് ഇ എം സീറോ ഇൻറ്റു ഇ എൽ സീറോ മൈനസ് ഇ എൻ സീറോ. And this is equation 19. So we have now both the wave functions, first order and second order corrections,
and both the energy eigenvalues first order and second order correction. Now we can write the equation 9 and 10 once more. Equation 9 and 10 നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്? ഇക്വേഷൻ 9 and 10, 9 എന്തായിരുന്നു? എച്ച് പ്രൈം സൈൻ 0 പ്ലസ് എച്ച് 0 സൈൻ 1. ഇക്വേഷൻ 9 and 10 അല്ല കേട്ടോ, സോറി. പക്ഷേ ഞാൻ അങ്ങോട്ട് വിളിക്കാവേ, ഞാൻ ക്ലാസ് എടുക്കുവാണേ. നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ 5ഉം 6ഉം നോക്കിയേ. ഇ എന്നും സൈ എന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ലേ ഇൻ ടേംസ് ഓഫ് ദ നോൺ അൺപെർട്ടർബ്ഡ് എനർജി ആൻഡ് വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടില്ലേ. ആ ഇക്വേഷൻ 5ഉം 6ഉം നമുക്കെടുക്കാം. ആ 5ഉം 6ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ് ഇവിടെ. അതാണ് ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ 20 ആൻഡ് 21. En0 പ്ലസ് സൈ എൻ 0 എച്ച് പ്രൈം സൈ എൻ 0 പ്ലസ് സിഗ്മ എം, അതായത് ലാംഡ ഇൻറ്റു en1 ആണത് കാണിച്ചിരിക്കുന്നത്. സിഗ്മ എം സൈ എൻ എച്ച് പ്രൈം സൈ എം 0 മോഡുലസ് സ്ക്വയർ ഡിവൈഡ് ബൈ en0 മൈനസ് em0. ആൻഡ് സൈ എൻ 0 ഈസ് സൈ എൻ 0 പ്ലസ് സിഗ്മ എം എ എം സൈ എം 0 പ്ലസ് സിഗ്മ എൽ ബി എൽ സൈ എൽ 0, where am and bl are defined already. So this is equation number 5 and 6 we have rewritten. ലാംഡ ആൻഡ് ലാംഡ സ്ക്വയറും കൂടെ അവിടെ വേണം, അത് നമ്മൾ ഇട്ടിട്ടില്ല. അതുകൂടെ ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ അല്ലേ. en0 പ്ലസ് ലാംഡ ഇൻറ്റു en1 എന്നല്ലേ വരണ്ടേ, പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു en2. അതുപോലെ സൈ എൻ ഈസ് ഈക്വൽ ടു സൈ എൻ 0 പ്ലസ് ലാംഡ ഇൻറ്റു സൈ എൻ 1 പ്ലസ് ലാംഡ സ്ക്വയർ ഇൻറ്റു സൈ എൻ 2. ഇത് നമ്മൾ ലാംഡ ഇട്ടിട്ടില്ല. ലാംഡ 1 ആവുകയാണെങ്കിൽ ഉള്ളത് അല്ല, അത് ലാംഡയും കൂടെ ചേർത്താലേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും 20, 21 ആണ് നമ്മുടെ കറക്റ്റഡ്, അതായത് റിയൽ സിസ്റ്റത്തിൻ്റെ എനർജി ഐഗൻ വാല്യൂ എനർജി വേവ് ഫംഗ്ഷനും. ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ പറയാം.